ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയാൻ പോണത് എങ്ങനെയാണ് നമുക്ക് റൈറ്റ് ആയിട്ടൊരു ടെസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്താണ് ഗോൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സാമ്പിൾ മീൻ വേഴ്സസ് നോൺ മീൻ അങ്ങനെയൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ സെറ്റ് ടെസ്റ്റ് ആയിരിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, ടു സാമ്പിൾ മീൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി ടെസ്റ്റ് അല്ലെങ്കിൽ സെറ്റ് ടെസ്റ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മോർ ദാൻ ടു ഗ്രൂപ്പ് മീൻസ് ആണെങ്കിൽ നമുക്ക് അനോവയാണ്. ഓക്കെ, പിന്നെ അതുപോലെ ടു വാരിയൻസസ് ആണെങ്കിൽ എഫ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ന്യൂമറിക്കൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ടെസ്റ്റ് ടി ടെസ്റ്റ് അനോവയായിരിക്കും ഉണ്ടാവുക. കാറ്റഗറിയിലാണെങ്കിൽ കൈ സ്ക്വയർ ടെസ്റ്റ് ആണ്. ഞാൻ ഇതിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മെയിനായിട്ട് പോകേണ്ടത് ഇത് ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. ഹൈപ്പോതെസിസ് ടെസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞിരുന്നു. അതിനെ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇത്രയും ആലോചിക്കുക. മോർ ദാൻ സാമ്പിൾസ് മോർ ദാൻ 30 ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോ ഫോർ സെറ്റ് ടെസ്റ്റ്. ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 30 ഗോ ഫോർ ടി ടെസ്റ്റ്. ഇഫ് നിങ്ങൾക്കൊരു അവിടെ നോക്കുന്ന കാര്യങ്ങൾ കാറ്റഗറിക്കലായിട്ടുള്ള വാല്യൂസ് ആണ്, ടെസ്റ്റിംഗ് ഫോർ ഇൻഡിപെൻഡൻസ് ഓർ അതർവൈസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണെങ്കിൽ ഗോ ഫോർ കൈ സ്ക്വയർ ടെസ്റ്റ്. ഇഫ് നിങ്ങൾക്കൊരു ടു വാല്യൂസിന്റെ വാരിയൻസ്, ടു ഗ്രൂപ്പ്സിന്റെ വാരിയൻസ് ആണെങ്കിൽ അവർ നമ്മുടെ ഡിഫറൻസ് സിമിലാരിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനാണെങ്കിൽ ഗോ ഫോർ എഫ് ടെസ്റ്റ്. ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 3 ഗോ ഫോർ അനോവ. ദിസ് ഇസ് ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് എന്തിനുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഇതാണ് ഏറ്റവും വലിയ ക്ലൂ എന്ന് പറയുന്നത്. അങ്ങനെ ഡിസൈഡ് ചെയ്യുക വിച്ച് വൺ ഈസ് ബെറ്റർ, വിച്ച് വൺ ഈസ് ദ വൺ. ആ ക്വസ്റ്റ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോടെ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി എല്ലാവരും നോക്കുക, ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കി ചെയ്ത് ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, താങ്ക് യു.